ഹലോ നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷ ശ്രീക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഒരു കപ്പാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ബെസ്റ്റ് ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇതിൽ കാപ്പി കുടിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീക്ക് അത് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. ശ്രീ പറയും എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ അവാർഡാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഷോക്കേസിൽ തന്നെ വെക്കും എന്ന് പറയുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ വെച്ചോളാൻ പറയും. അയ്യോ ഇവിടെ വെക്കാൻ പറ്റില്ല, ഇത് വല്ലവരുടെ റെസ്റ്റോറൻ്റാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചോളാം എന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വർഷം ചോദിക്കും, അപ്പോൾ ഇത് സ്വന്തം റെസ്റ്റോറൻറ്റ് അല്ലേ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ 6 മാസം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അവിടുത്തെ ഫസ്റ്റത്തെ കസ്റ്റമർ ഞാൻ തന്നെയായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം തറവാട്ടിലാണ് കാണിക്കുക, അച്ഛമ്മയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ചന്ദ്ര ഓടി വരികയാണ് കേട്ടോ. ചന്ദ്ര ഓടി വന്നിട്ട് അയ്യോ മോളെ എന്താ ചെയ്യുന്നത്, മുറ്റൊന്നും അടിക്കാൻ പാടില്ല, മോൾക്ക് കൈ കൊണ്ട് വയ്യാത്തതല്ലേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് അത് ചൂലൊക്കെ മേടിച്ചിട്ട് മുറ്റടിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞത് വേണ്ട അമ്മേ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം, മോൾ അകത്ത് പോയിരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പറഞ്ഞയക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം മുറ്റടിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛമ്മ വരുന്നുണ്ട് നോക്കുന്നുണ്ട്. കാരണം മുറ്റടിക്കുന്നതൊക്കെ അച്ഛമ്മ കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട് അച്ഛമ്മ ആ വഴിക്ക് വരും കേട്ടോ. അപ്പം അച്ഛമ്മനെ അച്ഛൻ രവീന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇതെന്ത് പറ്റി ചന്ദ്രയ്ക്ക്, ഇത് എന്താ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചെന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ സംശയിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇനി പണി ഈ മുറ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യണ്ടേ, വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ. അപ്പോൾ സച്ചിൻ രേവതിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചന്ദ്ര ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പാറുമ്മ പറയുന്നുണ്ട് ഇനി ഒന്നും ചെയ്യാൻ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, ഇവിടെ മുറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണകം തെളിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ചാണകമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അറച്ച പോലെ ചോദിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ചാണകം വെള്ളം തെളിക്കണം മുറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രാമപ്രദേശമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അയ്യേ ചാണകം ഇങ്ങനെ തെളിക്കാനാണ്, ചാണകം തെളിക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ ചാണകം ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണം എന്ന് പറയും കേട്ടോ. ചന്ദ്രയ്ക്ക് അത് ഭയങ്കര മടിയാവട്ടെ. അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ ചെയ്തോളാം അമ്മയെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് കേട്ടോ. ഭയങ്കരമായിട്ട് അറച്ചിട്ട് ചന്ദ്ര ആയൊരു ബക്കറ്റിൽ വെള്ളത്തിൽ ചാണകം ഇങ്ങനെ പതുക്കനെ മൂക്കൊക്കെ പൊത്തി കൈയൊക്കെ മണപ്പിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കണത്. അപ്പോൾ ഒരു വിരൽ വെച്ചിട്ടാണ് ഇളക്കണത്. ഇത് കാണുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രയെ ഒരു വിരൽ വെച്ചിട്ടല്ല ചാണകം വെള്ളം ഉണ്ടാക്കേണ്ടത്, കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാൻ പറയും കേട്ടോ. അത് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യവും കലിയൊക്കെ വരാണ്ടോ. പക്ഷെ വേറെ നിവർത്തിയില്ലാണ്ട് ചന്ദ്ര കൈയിട്ട് ഇളക്കി ചാണകം വെള്ളം എടുത്തിട്ട് അവിടെ ഒക്കെ ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് നോക്കി കണ്ടപ്പോൾ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിനെ നല്ലൊരു നുള്ളു കൊടുക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ രേവതിക്കാണെങ്കിൽ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഇത് എന്തേ ചെയ്തതെന്ന് ചോദിക്കും കേട്ടോ. അല്ല ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നുള്ളിയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിക്ക് ഭയങ്കര വേദന എടുത്തല്ലോ. അപ്പോൾ രേവതി ഉണ്ടല്ലോ തിരിച്ചൊരു നല്ലൊരു നുള്ളു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നുള്ളുമ്പോൾ സച്ചിക്ക് ഒരു കുലുക്കമില്ല, സച്ചി ഒരു കുലുക്കമില്ലാണ്ട് ആ നുള്ളിങ്ങനെ കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ രേവതിക്ക് നിങ്ങൾക്ക് വേദനയൊന്നും ഇല്ലേന്ന് ചോദിക്കും കേട്ടോ. ഇത് വേദന ഇല്ലാത്ത ശരീരം വല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല, എന്നാലും എനിക്ക് ഈ വേദന കിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും ഇതിലെന്തോ ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ മനസ്സിലാവാൻ കേട്ടോ. അതിനുശേഷം ചന്ദ്രയ്ക്ക് എന്തായാലും എല്ലാ പണികളും എടുക്കണം, എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്താലല്ലേ ഈ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തുണ്ടെങ്കിൽ അച്ഛമ്മ ഇതിരിക്കണം എന്തുട്ടാ അരിയൊക്കെ ചേറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓടി വന്നിട്ട് ചന്ദ്ര ഇത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ, ഞാൻ ഇന്നത്തെ ഇവിടെ കറിയൊക്കെ വെക്കുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് ചന്ദ്ര കറി വെക്കാൻ ഞാൻ ഇവിടെ ഇതൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട് മീനൊക്കെ ആക്കിയിട്ടുണ്ട് അമ്മേ, അച്ഛമ്മേ എന്തോരം വെക്കണം എത്ര വറക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി എന്നറപ്പേ. അതിന് നീയൊന്നും ചെയ്യണ്ട, ഇന്ന് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യണത് ചന്ദ്രയാണെന്നാണ് പറയണത്. അപ്പോൾ സച്ചിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കേ അമ്മയാണെന്ന് ചോദിക്കാൻ കേട്ടോ. എന്താടാ ഞാൻ വെച്ചിട്ട് നീ തിന്നിട്ടില്ലേ, അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അമ്മ ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നാൽ ഇന്ന് ഞാനാണ് ഇവിടെ വെക്കണേന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീ ദേവുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ദേവുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ദേവും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സുധീര കല്യാണത്തെക്കുറിച്ച് നമുക്കുണ്ടാവും അമ്മ കല്യാണം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും രേവതിയുടെ വീട്ടുകാരല്ലേ പറയാതിരിക്കില്ല, പറഞ്ഞാൽ പോകണോ നമ്മളെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പോകണ്ടേ ചോദിക്കാൻ കേട്ടോ. എന്തായാലും അന്ന് ആ കല്യാണം നടക്കാൻ നന്നായിന്ന് എനിക്ക് തോന്നുള്ളൂ. കാരണം സച്ചിനെ പോലെ ഒരു മരുമോനെയുള്ള നമുക്ക് കിട്ടിയെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ദേവ് പറയുന്നുണ്ട് അവിടുത്തെ ആ സുധി മാത്രമേ ഇങ്ങനത്തെ ഇങ്ങനെ ഒരു പൊട്ട സ്വഭാവമുള്ള ആളായിട്ടുള്ളൂ,
ബാക്കി രണ്ടുപേരും നല്ലതാണ്, ശ്രീയായിട്ട് നല്ല സ്വഭാവമാണെന്നൊക്കെ പറയട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീ അവിടേക്ക് കയറി എന്നിട്ടോ എന്നെക്കുറിച്ചാണ് പറയണതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീനെ കാണുമ്പോൾ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല, ചന്ദ്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ. അങ്ങനെ ശ്രീയാണെന്നുണ്ടെങ്കിൽ കാഷ്വലായിട്ട് വന്നിട്ട് ദേവുവിനോട് സംസാരിക്കാനായിട്ട് ദേവുവിനോട് സംസാരിച്ചിട്ട് കോളേജിൽ നിന്ന് പോകുന്നില്ല ചോദിക്കുമ്പോൾ ഞാൻ ചായ കുടിച്ചതിന് ശേഷം പോകാൻ പോകുന്ന പറയുമ്പോൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്മ പറയും ഇന്ന് ദോശയാണ് മോനെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് വേഗം പോകാൻ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോൻ ഞാൻ ഉണ്ടാക്കി തരാം, മോൻ കഴിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ട ഇന്ന് എൻ്റെ ദോശ നിങ്ങൾ കഴിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവിടെ കിച്ചണിൽ ചെന്നിട്ട് ദേവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ പൊടികളും സാധനങ്ങളൊക്കെ ദേവ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഗ് ദോശയാണ് ഉണ്ടാക്കുന്നത്, ഒരു 3 പ്ലേറ്റിൽ ദോശ ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുവരാണ് കേട്ടോ ശ്രീ. അപ്പോൾ അമ്മയ്ക്കത് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ശ്രീ അത് നല്ലൊരു അധികാരത്തോടെ ഏട്ടത്തിൻ്റെ വീട്ടിൽ വന്നൊരു അധികാരത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വാ എനിക്ക് കഴിക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം എൻ്റെ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് കഴിച്ചിട്ട് ദേവ് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അമ്മ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അമ്മയും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയട്ടെ. അവർ 3 പേരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര വിളിക്കുന്നുണ്ട്. ചന്ദ്ര വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുമ്പോൾ നീ എവിടെ റെസ്റ്റോറൻറ്റിലാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം അമ്മേ അപ്പോൾ വീട്ടിലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല വീട്ടിലല്ല ഞാൻ രേവതി ഏട്ടത്തിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടത് കേട്ടോടുകൂടി ചന്ദ്രയ്ക്ക് ആകെ നിയന്ത്രണം വിടും. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ല അവിടെ പോകരുതെന്ന്, ഞാനില്ലാത്ത സമയത്ത് നീ എന്തിനാണ് ആ വീട്ടിൽ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ വഴക്ക് പറയണ നമ്മുടെ ദേവും അമ്മയും കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ. അവർ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ഫോൺ മറന്നു വെച്ചിട്ടാണ് കേട്ടോ ശ്രീ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ശ്രീ പോയതിന് ശേഷം ഫോൺ കാണുമ്പോൾ സാറില്ല അമ്മ വന്നിട്ട് വൈകിട്ട് എടുത്തോളൂ എന്ന് പറയുമ്പോൾ വേണ്ട അമ്മ ഞാൻ പോണ വഴിക്ക് അവിടെ കൊടുത്തോളാം എന്ന് പറയും. വേണ്ട മോള് കൊടുക്കണ്ട, അതിനെന്താ അമ്മ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫോണും കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകട്ടെ. റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഈ ഫോൺ കൊടുക്കുമ്പോൾ ഫോൺ ഞാൻ എന്തായാലും മറന്നു വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ വൈകിട്ട് വന്നിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, നിങ്ങൾക്ക് ഇത് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കോളേജിൽ പോകാൻ ടൈമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു പുതിയ ഡിഷ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ പറയട്ടോ. അപ്പോൾ ദേവ് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും ശ്രീ നിർബന്ധിച്ച് പോയിട്ട് ആ ഒരു ഡിഷൊക്കെ കൊടുക്കാനിട്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ വിളിക്കുന്നത്. വർഷ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് ഓരോരോ കാര്യങ്ങൾ ശ്രീയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ചോദിക്കുന്ന സമയത്ത് ദേവുവിന് മനസ്സിലായി വർഷയാണെന്ന്. അപ്പോൾ ആ സമയത്ത് വർഷനെ കുറിച്ച് ദേവ് പറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സംസാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും, പിന്നീടായിരിക്കും പ്രണയമാവുന്നു മാറുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ശ്രീയോ നുള്ളും പിച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേറൊരു പെണ്ണിൻ്റെ ശബ്ദം കൂടെ ഒക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് മനസ്സിലാവട്ടെ ആരോ അവിടെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അത് ആരാന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ വേറൊരു കസ്റ്റമറാണെന്ന് പറയും കേട്ടോ. വേറൊരു കസ്റ്റമർ വെച്ചാൽ എൻ്റെ ഫുഡ് ഇഷ്ടമുള്ള ഒരാളാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ആരാണ് പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ദേവു ഫോൺ വാങ്ങാണ് കേട്ടോ. ഫോൺ വാങ്ങി ദേവുവിൻ്റെ ശബ്ദം കേട്ടോണ്ടിട്ട് വർഷയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീക്ക് വേറെ പെണ്ണുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അടുപ്പുണ്ടെന്നാണ് തോന്നുന്നത് വർഷയ്ക്ക്. അപ്പോൾ അങ്ങനെ വർഷനോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. ദേവു അധികാരത്തോടു കൂടി ചോദിക്കുകയാണ് പേരെന്താണ്ടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസം ഒരു പേരാണ്, ഇന്ന് ഇന്ന പേരാണ്, നാളെ വേറെ പേരാണെന്നൊക്കെ പറയുമ്പോൾ എന്താ നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് നടക്കുന്ന കുറ്റവാളിയാണോ, പോലീസ് അന്വേഷിക്കുന്ന ക്രിമിനലാണോ നിങ്ങൾ ഇങ്ങനെ പേര് മാറ്റിയിടാനൊക്കെ പറയാനിട്ട് ഇതൊന്നും വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ദേഷ്യം വന്നിട്ട് വർഷം ഇങ്ങനെ കുറച്ച് എടുത്തടിച്ച പോലെ മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയട്ടോ. എന്നിട്ട് പെട്ടെന്ന് ശ്രീയോട് വർത്താനം പറയുമ്പോഴത്തേനും ശ്രീ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നുണ്ട്. അതിനെ ഡബ്ബിങ് ചെയ്യാനായിട്ട് ചെന്നിരിക്കുകയാണ്. ആ ചെന്നിരിക്കുന്ന സമയത്തൊന്നും വർഷയ്ക്കത് പറ്റുന്നില്ല, ഡബ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട്. എന്തായാലും അവർക്കിടയിലൊരു പ്രണയം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു കാര്യം നടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വീട്ടിലെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ചന്ദ്രമതി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ്, എല്ലാ പണികളൊക്കെ എടുക്കുകയാണ്, ഭക്ഷണം വെച്ച് കൊടുക്കുകയും പാകം ചെയ്ത് കൊടുക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ.